ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആയിരുന്നു. HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. ഇതിനകത്ത് തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. എ മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവന ആണ്. അതായത് HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി മാസം 24-നായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരായിരുന്നു? ഭരണഘടന നിർമ്മാണ സഭയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. 1946 ഏത് രൂപീകരിച്ചത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത്, അഥവാ ഭരണഘടന നിർമ്മാണ സഭ. ഇതിന്റെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹിഷ്കരിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്. തെരഞ്ഞെടുക്കപ്പെട്ടതും ഉണ്ട്, അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും ഉണ്ട്. നിർമ്മാണ സഭയിലെ ടോട്ടൽ അംഗങ്ങൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം 389. ഇതിനകത്ത് 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 296. 292 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും കൂടെ ചേർന്നിട്ടാണ് 296 വന്നത്. ഒന്നുകൂടെ പറയാം, സോറി, 389 ആയിരുന്നു ഇതിന്റെ ടോട്ടൽ അംഗങ്ങൾ എന്ന് പറയുന്നത്. 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരുന്നു. അതിനകത്ത് 292 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 4 പേർ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. 208 സീറ്റുകളായിരുന്നു കോൺഗ്രസിന് നേടിയത്. എത്രയാണ് കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണം? 208 ആണ്. മുസ്ലിം ലീഗ് 73, മറ്റുള്ളവർ 15 സീറ്റും ആണ് നേടിയത്. മുസ്ലിം ലീഗ് 73, മറ്റുള്ളവർ 15 സീറ്റുമാണ് നേടിയത്. ഇനി ഏത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് സ്ഥിരമായിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരുന്നതാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനുപാതിക പ്രാതിനിധ്യം. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയണം. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു അംഗങ്ങളെ തെരഞ്ഞെടുത്തത്, പകരം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആണ്. ഏറ്റവും അധികം അംഗങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണ്. ടോട്ടൽ അംഗങ്ങൾ 55 പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നാട്ടുരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 93 വേണം പറയാൻ വേണ്ടിയിട്ട്. നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 93 ആണ്. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ 389 എന്നുള്ളത് എത്രയായിട്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 299. ഈ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. 389 നിന്നും ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 ആവുകയും, അതുപോലെ തന്നെ നമ്മൾ ഈ 93 നാട്ടുരാജ്യങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് എത്രയായിട്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70ലേക്ക് മാറിയിട്ടുണ്ട്. എത്രയാണ്? ഇന്ത്യ വിഭജനത്തിന് ശേഷം 93 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്രയിലേക്ക് മാറി? 70ലേക്ക് മാറി. ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം 389 നിന്നും 299ലേക്ക് മാറി. ഇവിടെ നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 296. അവർ എത്രയായിട്ട് മാറി? 229ലേക്ക് മാറി. ഇന്ത്യ വിഭജനത്തിന് ശേഷം കുറെ എണ്ണം പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് 229ലേക്കും ആണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം പിന്നെ സ്ത്രീകളുടെ എണ്ണം 15 ആയിട്ട് മാറി. നേരത്തെ എത്രയായിരുന്നു? 17 ആയിരുന്നു സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക.
389 ടോട്ടൽ ഇന്ത്യ വിഭജനത്തിന് മുൻപ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം 299. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296 വിഭജനത്തിന് മുമ്പ്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം വിഭജനത്തിന് ശേഷം 229. 93 നാട്ടുരാജ്യങ്ങളുടെ എണ്ണം, അത് 70 മാറിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണം 17 വിഭജനത്തിന് ശേഷം 15 ആയിട്ട് മാറി എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. എല്ലാ മതത്തെയും പ്രതിനിധീകരിക്കുന്നവരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനിയും ഇതിന്റെ ഫസ്റ്റ് സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9 ആണ്. ഏതാണ്? ഡിസംബർ മാസം 9 ഫസ്റ്റ് സമ്മേളനം ഇതിന് നടന്നത്. ആ സഭയുടെ തന്നെ പ്രഥമ സമ്മേളനം എൻഡ് ചെയ്തത് ഡിസംബർ മാസം 23 ഫസ്റ്റ് സമ്മേളനം സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 9, എൻഡ് ചെയ്തത് ഡിസംബർ 23 ഈ ഡിസംബർ 29 ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം, പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 207 പേരാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം. വനിതകളുടെ എണ്ണം എത്രയാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 എന്ന് വേണം പറയാൻ. ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം 27, വനിതകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പം താൽക്കാലിക അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചു ഡിസംബർ 9. സ്ഥിരം അധ്യക്ഷനായിട്ട് വന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത് ഡിസംബർ 11 കാര്യം ഓർത്തു വെച്ചേക്കണം. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അദ്ദേഹം അതുപോലെ തന്നെ HC മുഖർജി എന്ന് പറഞ്ഞിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി VT കൃഷ്ണ ആചാര്യയുടെ പേരൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. VT കൃഷ്ണ ആചാര്യയും പിന്നെ HC മുഖർജിയും ആയിരുന്നു ഉപാധ്യക്ഷന്മാർ എന്ന് പറയുന്നത്. സെക്രട്ടറി ആയിരുന്നു, സഭയുടെ സെക്രട്ടറി ആയിരുന്നു HVR അയ്യങ്കാർ എന്ന് പറഞ്ഞത്. HVR അയ്യങ്കാർ ആയിരുന്നു സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞത്. അയ്യങ്കാർ ആയിരുന്നു സെക്രട്ടറി എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആണ്. ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് കൃപലാനി ആണ്. ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? BN റാവു ആണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി ഇതിന്റെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം നരേൻ റൈസദ ആണ്. പ്രേം ബിഹാരി നരേൻ ആണ് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഹിന്ദി കയ്യെഴുത്തു പ്രതി ആണെങ്കിൽ എന്ത് പറയണം? വസന്ത കൃഷ്ണ വൈദ്യ. വസന്ത കൃഷ്ണ വൈദ്യ ആണ് ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. കവർ പേജും ലേ ഔട്ടും ആണെങ്കിൽ നന്ദലാൽ ബോസ് ആണ്. കവർ പേജും ലേ ഔട്ടും ആണെങ്കിൽ നന്ദലാൽ ബോസ് ആണ്. ഇനിയും ഈ ഒരു സംഭവം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറിയത് ഓഗസ്റ്റ് 14 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയുടെ എന്തായിട്ട് മാറിയത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. നിയമനിർമ്മാണ സഭയായിട്ട് മാറിയത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ്. ഇനിയും ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 നവംബർ മാസം 17 എന്ത് ചെയ്തത്? പ്രവർത്തനം ആരംഭിച്ച അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് സമ്മേളനം നടന്നത്. ആ ടൈമിൽ GB മാവലങ്കർ ആയിരുന്നു സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തത്. 1947 നവംബർ 17 GB മാവലങ്കറിനെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 49 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് നവംബർ 26 49 ആ ഡേറ്റ് ആണ് ഭരണഘടനാ ദിനമായിട്ടും ദേശീയ നിയമ ദിനമായിട്ടും ആചരിക്കുന്നത്. ഈ ഭരണഘടനയിലെ അംഗങ്ങളൊക്കെ ഒപ്പുവെച്ച ഡേറ്റ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന 1950 ജനുവരി 24 അതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം. 50 ജനുവരി 24 എന്ന് പറഞ്ഞത്. ആൾക്കാർ ഒപ്പുവെച്ചത് 24 1950 ജനുവരിക്കായിരുന്നു. 1950 ജനുവരി 24 അംഗങ്ങൾ ഒപ്പുവെച്ചത്. ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 284 പേരാണ് ഒപ്പുവെച്ച അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26 അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതും റിപ്പബ്ലിക് ദിനമായിട്ടൊക്കെ ആചരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഇനി ഭരണഘടന തയ്യാറെടുക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 18 അല്ലെങ്കിൽ 17 ദിവസവും ആണ്. ടോട്ടൽ ചെലവായ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 64 ലക്ഷം രൂപ ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. എത്ര ടോട്ടൽ സെഷൻസ് ഉണ്ടായിരുന്നു? 11 സെഷൻസ് ഉണ്ടായിരുന്നു. ദിവസങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ 165 ദിവസങ്ങളും ഓർത്തു വെച്ചേക്കണം. ടോട്ടൽ സെഷന്റെ എണ്ണം 11 സെഷൻ. ഡേയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 165 ദിവസം ആണ് ടോട്ടലി ഈ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത്. സെഷന്റെ എണ്ണം 11 ആണ്. എത്ര ലക്ഷം രൂപ ചെലവായി? 64 ലക്ഷം. തയ്യാറെടുക്കാൻ എടുത്ത ദിവസം എത്രയാണ്? 2 വർഷം 11 മാസം 18 അല്ലെങ്കിൽ 17 ദിവസം ആണ്.
ഇനി ലാഹോർ സമ്മേളനത്തിലാണ് 1929 പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് 1930 ജനുവരി 26 പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അതായത് പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണെന്ന് അറിയാം. ഇനി ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് അവർ ആചരിക്കാൻ തീരുമാനിച്ചത് ജനുവരി 26 അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത്. അപ്പൊ അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അവസാന സമ്മേളനം 1950 ജനുവരി 24 ആ സമ്മേളനത്തിലായിരുന്നു 284 പേര് സൈൻ ചെയ്തത്. അത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. അപ്പം ഇതിന്റെ എല്ലാം നമുക്ക് PDF അവൈലബിൾ ആണ്, റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. 45 ഡേയ്സ് ടൈമിന്റെ സ്റ്റഡി പ്ലാൻ നമുക്ക് ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ട് ടെലഗ്രാമിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 208 ടോപ്പിക്സ് ആണ്. ആർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി എന്നിവ ചേർത്തിട്ട് വരുന്നത്. PDF ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിൾസും റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് GK ലെവൽസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.